ഭൂർഭുവസ്വഹ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീ ഗുരു മഹാരാജനും വന്ദനം. പരദേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. സായീശ്വരൻ്റെ കൃപയാൽ ഇന്ന് 11ാമത്തെ ദിവസം നമ്മൾ സായി സച്ചരിതം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. സായി സച്ചരിതം ശ്രീ ഹേമന്ത് പാന്തിൻ്റെ പുസ്തകം വായിച്ച് അതിൻ്റെ വിവരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വായിച്ച് മനസ്സിലാക്കിയ പോയിന്റുകൾ നമ്മൾ സായീശ്വരൻ്റെ കുറച്ച് സമയം കണ്ണുമടച്ച് സായീശ്വരൻ്റെ ഓം സായീശ്വരായ നമ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം ആ ഓർമ്മയിൽ വെക്കുന്ന പോയിന്റുകൾ ധ്യാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ സായീശ്വരനെ പ്രതിഷ്ഠിച്ചതുപോലെ നമുക്ക് അനുഭവം ഉണ്ടാകും. അതിനുവേണ്ടി പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 7ാം അധ്യായമാണ് നമ്മൾ ഇന്ന് പറയേണ്ടത്. കരുണാനിധി എന്നാണ് ആ ഹേമന്ത് പന്ത് ആ 7ാം അധ്യായത്തിന് നൽകിയ പേര് കരുണാനിധി എന്നാണ്. കരുണാനിധി, സായീശ്വരൻ കരുണാനിധിയാകുന്നു, കരുണയുടെ നിധിയാകുന്നു അദ്ദേഹം. സായീശ്വരൻ ഭൂമിയിൽ വന്നത് തന്നെ നമ്മുടെയെല്ലാം ദുഃഖ ദുരിതങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമല്ല സ്വശരീരം ഭക്തന്മാർക്കായി ത്യജിക്കുന്നതിനും വേണ്ടിയായിരുന്നു. സായീശ്വരൻ്റെ ജന്മം എന്തിനു വേണ്ടിയാ? നമ്മുടെയെല്ലാം ദുഃഖ ദുരിതങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ വേണ്ടി. അനുഭവങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാവും. സായീശ്വരൻ്റെ ഈ സായി സച്ചരിതം 52 അധ്യായവും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെല്ലാം കാര്യങ്ങളാണ് സായി സച്ചരിതത്തിൽ കൂടി ഭഗവാൻ നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. നമ്മൾ എത്രമാത്രം അദ്ദേഹം പരിശീലനം നടത്തിയിട്ടുണ്ട്. നമ്മളെ മനസ്സിന് മനസ്സിനല്ലേ പരിശീലനം കൊടുക്കേണ്ടത്. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമോ കൃഷ്ണ എന്ന് അർജുനൻ പലവട്ടം ഭഗവത്ഗീതയിൽ കൃഷ്ണനോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണൻ പറഞ്ഞത് എന്താണ്? മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും അർജുന എന്നാ പറഞ്ഞേ. പക്ഷെങ്കിൽ നല്ല പരിശീലനം കൊടുക്കണം. എപ്പോഴും മനസ്സിന് പരിശീലനം കൊടുക്കണം. ആ പരിശീലനമാണ് സായി സച്ചരിതം നമുക്ക് തരുന്നത്. നമ്മൾ സായി സച്ചരിതം മുഴുവൻ അധ്യായവും വായിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിന് നല്ലൊരു പരിശീലനം ലഭിക്കും. അപ്പോൾ നമ്മളെ ജീവിതത്തിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടെ മാറുന്നതായിരിക്കും. നമ്മുടെ മനസ്സിലുള്ള
ദുഃഖങ്ങളും ദുരിതങ്ങളും കെട്ടടങ്ങുന്നതായിരിക്കും. പ്രതിസന്ധികൾ നേരിടാൻ നമുക്ക് കരുത്ത് ഭഗവാനിൽ കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതെല്ലാം സായി സച്ചരിതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നയാൾക്കും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിക്കുന്നയാൾക്കും ലഭിക്കുന്നതാണ്. ബാബ യോഗാവതാരം തന്നെയായിരുന്നു. ദൗതി, കണ്ഠയോഗം, സമാധി ഇവയെല്ലാം സായിനാഥന് നിശ്ചയമായിരുന്നു. ദൗതി എന്ന് പറഞ്ഞാൽ എന്താണ്? നീളമുള്ള വൃത്തിയായ വസ്ത്രത്തിൻ്റെ ഒരറ്റം കയ്യിൽ വെച്ചുകൊണ്ട് മറ്റേ അറ്റം വിഴുങ്ങുക. അങ്ങനെ ഏകദേശം 20 അടിയിലേറെ വിഴുങ്ങി വയർ ശുദ്ധിയാക്കുന്ന യോഗക്രിയ. നല്ല യോഗ അഭ്യാസം പരിശീലിച്ച് ആൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നല്ല യോഗാഭ്യാസം. നല്ലപോലെ യോഗ പരിചയമുള്ളത്. ബാബയെ സംബന്ധിച്ചിടത്തോളം ജന്മനാൾ അദ്ദേഹം ഋഷീശ്വരനാണ്. അദ്ദേഹത്തിന് യാതൊരു പരിശീലനത്തിൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെയും ആവശ്യമില്ല. അദ്ദേഹത്തിന് അതറിയായിരുന്നു, അദ്ദേഹം അത് ചെയ്യുകയുണ്ടായിരുന്നു. തുണിയുടെ ഒരറ്റം കയ്യിൽ പിടിക്കുക, മറ്റേ അറ്റം വായിലേക്കൂടി ഏകദേശം 20 അടിയോളം വയറ്റിൻ്റെ ഉള്ളിലാക്കുക. എന്നിട്ട് ആ തുണി കൊണ്ട് വയറിനെ ശുദ്ധിയാക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് ദൗതി എന്ന് പറയുന്നത്. കണ്ഠയോഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും അവയവങ്ങളെ വേർപെടുത്തിക്കൊണ്ട് യോജിപ്പിക്കുക. നമ്മുടെ ശരീരത്തിൽ നിന്ന് അവയവങ്ങളെ വേർപെടുത്തുക, അത് പുറത്തെടുത്തിട്ട് വെക്കുക, എന്നിട്ട് വീണ്ടും യോജിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു യോഗയുണ്ട്, കണ്ഠയോഗം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ദൗതി എന്നുള്ള കാര്യം മനസ്സിലാക്കുക, അത് മറന്നുപോണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെ. ബാബ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ. അത് നമ്മൾ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പരിശ്രമിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ബാബക്ക് അറിയാവുന്ന ഒരു കാര്യം, ബാബ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു. ഇങ്ങനെ യോഗയിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്, ദൗതി എന്നും കണ്ഠയോഗം എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളെയും പുറത്ത് വെക്കുന്ന ഒരു ഇത് ഡോക്ടർമാരൊക്കെ ചെയ്യുന്നത് പോലെ. ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുന്നു, ഇത് ഓപ്പറേഷൻ ഇല്ലാണ്ട് പുറത്ത് വെക്കുന്നു. ആരാണ് സായീശ്വരൻ? ഹിന്ദുവോ മുസ്ലിമോ? ഹിന്ദുവെന്ന് കരുതിയാൽ അവിടുന്ന് കാഴ്ചയിൽ മുസ്ലിമിനെ പോലെ തോന്നും. മുസ്ലിം എന്ന് നനച്ചാൽ ഉത്തമനായ ഒരു ഹിന്ദു ഭക്തനെന്ന് തോന്നും. അവിടുത്തെ അങ്ങനെ ആർക്കും തരംതിരിക്കാനാവില്ല. അവിടുന്ന് അത് രണ്ടുമല്ല, എന്നാൽ അത് രണ്ടുമായിരുന്നു. ബാബ മുസ്ലിമാണോ? വേഷവിധാനം കാണുമ്പോൾ മുസ്ലിമാണെന്ന് തോന്നും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ദിനചര്യ കണ്ടാൽ അദ്ദേഹം ഹിന്ദുവാണെന്ന് തോന്നും. ഹിന്ദുവാണോ എന്ന് ചോദിച്ചാൽ ഹിന്ദുവാണ്, മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ മുസ്ലിമാണ്. രണ്ടുമാണ് ബാബ. രാമനവമി ആഘോഷിക്കുന്നതിൽ സായിനാഥൻ അതീവ തൽപരൻ. അതേസമയം ചന്ദനക്കുടം ഘോഷയാത്രക്കും അവിടുന്ന് പ്രോത്സാഹനം നൽകി. അദ്ദേഹം രാമനവമി ആഘോഷം നടത്തിയിരുന്നു. ഉറൂസ് രാമനവമി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉറൂസ് രാമനവമി, ഉറൂസ് ഖുറാനിലുള്ള പേരാത്. ഘോഷയാത്ര, രാമനവമി ഘോഷയാത്രയായിട്ട് അദ്ദേഹം നടത്തിയ ആ കാലഘട്ടത്തിൽ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് രണ്ട് വിഭാഗങ്ങളായിട്ട് കുറേ സമയം കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നടന്നു പോവുക. എന്നിട്ട് ഒരു സ്ഥലത്തെത്തിയാൽ ദ്വാരകാമായി എന്ന് പറഞ്ഞ അവിടെ അദ്ദേഹം 2 ഭാഗത്തിൻ്റെയും അത് അവിടെ തന്നെ വേർതിരിച്ച് വെക്കുന്നത്. രാമനവമി ഉത്സവകാലത്ത് സായീശ്വരൻ ഗുസ്തി മത്സരം സംഘടിപ്പിച്ചു. സമ്മാനമായി കുതിരകളും വളകളും തലപ്പാവും കൊടുത്ത് ആഹ്ലാദിച്ചു. ഗുസ്തി മത്സരം സംഘടിപ്പിച്ചു. സമ്മാനമായി കുതിരകളും വളകളും തലപ്പാവും കൊടുത്തു ആഹ്ലാദിച്ചു. ഗോകുലാഷ്ടമിക്ക് ഗോപാലകാല ആടിപ്പിക്കും. ഈദ് ദിനത്തിലാട്ടെ മുസ്ലിമുകളെ കൊണ്ട് മസ്ജിദിൽ ഖുറാൻ ചൊല്ലിക്കും. ഹിന്ദുക്കളുടെ ഉത്സവവും ആഘോഷിച്ചിരുന്നു. അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഉത്സവവും അവിടെ ആഘോഷിക്കപ്പെട്ടിരുന്നു. രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, യാതൊരു വ്യത്യാസവും കൊടുത്തുകൊണ്ട്, ഹിന്ദു മുസ്ലിം മത മൈത്രിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. ഒരു മൊഹറത്തിൻ്റെ സമയം ചില മുസ്ലിം ഭക്തന്മാർക്കൊരാഗ്രഹം,
ഒരു താബൂത്ത് മസ്ജിദിൽ നടത്തണം, അതിനുശേഷം എഴുന്നള്ളിപ്പിനായി കൊണ്ടുപോകണം. ബാബ സസന്തോഷം അതിനനുമതിയേകി. ഒരു മുസ്ലിംസ് സാധാരണ അവരുടെ കബറടക്കം പള്ളിയിൽ തന്നെയാണല്ലോ നടത്തുക പതിവ്. അപ്പോൾ ഈ ശവശരീരം കൊണ്ടുപോകുന്ന ആ പെട്ടിക്കാണ് താബൂത്ത് എന്ന് പറയുന്നത്. താബൂത്ത് എന്ന് പറയുന്ന എഴുന്നള്ളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അത് അവരുടെ ഒരു സമ്പ്രദായം. അതിനും ബാബ അനുവാദം കൊടുത്തു. രാമനവമി നടത്താൻ ഹിന്ദുക്കൾക്ക് അനുവാദം കൊടുത്തു. എല്ലാത്തിനും ബാബ തന്നെ മുന്നിൽ നിന്ന് അതിനൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോയിരുന്നു. ഇങ്ങനെ രണ്ട് ഉത്സവങ്ങളും മാറി മാറി നടത്തുന്നത് കൊണ്ട് ബാബ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്നൊന്നും ആർക്കും മനസ്സിലാവില്ലായിരുന്നു. എന്നാൽ ബാബ ഹിന്ദുവാണോ അല്ല, സുന്നത്തിനെ അവിടെ നിന്ന് പിന്താങ്ങിയിരുന്നു. സുന്നത്തിനെ മുസ്ലിംസിന്റെ ഒരു ചടങ്ങാണല്ലോ സുന്നത്ത് ചെയ്യുക. ബാബ അതിനെ പിന്താങ്ങിന്, അതിനെ സപ്പോർട്ട് ചെയ്തിന്. എന്നാൽ ബാബ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ബാബ സുന്നത്ത് ചെയ്തിട്ടില്ല എന്നാണ് ബാബയുടെ അടുത്ത അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾ ബാബ സുന്നത്ത് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാക്കിയിരുന്നു. നാനാ സാഹബ് താമസം എപ്പോഴും മസ്ജിദിൽ, പക്ഷെ ഹിന്ദുക്കളെ പോലെ സദാ അഗ്നിയെ സംരക്ഷിച്ചിരുന്നു. ഹിന്ദുക്കൾക്ക് അഗ്നി പ്രധാനമാണ്, അല്ലെ? പഞ്ചഭൂതങ്ങളെ പ്രധാനമാണ്. വായു, ആകാശം, ഭൂമി, ജലം, അഗ്നി, അല്ലെ? പഞ്ചഭൂതങ്ങൾ. അതിൽ പഞ്ചഭൂതങ്ങളിൽ പ്രധാനപ്പെട്ടതാ ഒന്ന് അഗ്നി. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചഭൂതങ്ങൾ അവർ കാണപ്പെടുന്ന ദൈവമായിട്ട് കരുതുന്നതാണ്. അഗ്നിദേവൻ, ഭൂമി മാതാവ്, വായുദേവൻ, ആകാശദേവൻ, അതുപോലെ തന്നെ വായു ഭഗവാൻ. ഇങ്ങനെയാണ് ഹിന്ദുക്കളെ കരുതിപ്പോന്നിരുന്നത്. അപ്പോൾ അതിൽ അഗ്നീനെ ബാബയുടെ ഇരിക്കുന്നതിൻ്റെ കുറച്ച് അകലെയായി അഗ്നീൻ്റെ ഒരു തീക്കൂട്ടിയ സ്ഥലം എപ്പോഴും ഉണ്ടാവും. അവിടെ ഇങ്ങനെ വിറകിങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ആ എരിയുന്ന വിറകിന്ന് കിട്ടുന്ന ഭസ്മമാണ് ബാബ എല്ലാ ആൾക്കാർക്കും പ്രസാദമായിട്ട് കൊടുത്ത ഉദി. പക്ഷെ ഹിന്ദുക്കളെ പോലെ സദാ അഗ്നിയെ സംരക്ഷിച്ചിരുന്നു. മാത്രമല്ല തിരികല്ലുകൊണ്ട് ധാന്യം പൊടിക്കും, തിരികല്ലിനെ കൊണ്ട് ധാന്യം പൊടിക്കും, മണിയടിച്ച് ശംഖ് വിളിക്കും, മണിയടിച്ച് ശംഖ് വിളിക്കും. അത് ഹിന്ദുക്കളുടെ രീതി. ഹോമം നടത്തുക, ഭജന പാടുക, അന്നദാനം, ഇവയെല്ലാം ബാബ അനുവദിച്ചിരുന്നു. ഇവയെല്ലാം അന്നേരം ചെയ്യുമായിരുന്നു അവിടെ. ഇതെല്ലാം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സംഗതിയാണ്. ശംഖുവിളി, ഹോമം നടത്തുക, ഭജന പാടുക, അന്നദാനം നടത്തുക, ഇതൊക്കെ ഇസ്ലാമിന് ഇതിന് താല്പര്യമില്ലാത്തതാണ്. അപ്പോൾ എങ്ങനെ ബാബയെ മുസ്ലിം എന്ന് വിളിക്കും? ഇതൊക്കെ നടത്താൻ വേണ്ടി പറയുന്ന ബാബേന എങ്ങനെ മുസ്ലിം എന്ന് വിളിക്കും? എന്നാൽ മുസ്ലിമിൽ ഖുറാൻ ബൈഹാർട്ടാക്കി പഠിച്ച ബാബേന എങ്ങനെ ഹിന്ദു എന്ന് വിളിക്കും? അതുകൊണ്ട് ബാബ മുസ്ലിമും അല്ല ഹിന്ദുവല്ല, നാം രണ്ടും ആന്താണ്. ഒന്നിനെയും വേർതിരിച്ചിട്ട് ബാബ കാണുന്നില്ല. ഋഷീശ്വരന്മാർ അങ്ങനെ ഒന്നിനെയും വേർതിരിച്ച് കാണുകയില്ല. നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പോയിന്റ്. അതാണ് ഉത്തമ ബ്രാഹ്മണരും അഗ്നിഹോത്രികളും തങ്ങളുടെ നിലയും വിലയും അഹന്തയും മറന്ന് അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിച്ചിരുന്നു. ഉത്തമ ബ്രാഹ്മണന്മാർ പോലും ബാബയുടെ പാദങ്ങളിലെ നമസ്കരിച്ചിരുന്നു. അഗ്നിഹോത്രം ചെയ്യുന്ന അഗ്നിഹോത്രം നടത്തുന്ന അഗ്നിഹോത്രികൾ ബാബയുടെ പാദങ്ങളിൽ നമസ്കരിച്ചിരുന്നു. ബാബയുടെ സ്വദേശമേത്? ഇത്തരം ചോദ്യങ്ങൾ അവിടുത്തെ കാണുന്നത് വരെ മാത്രം. ദർശനശേഷം പിന്നെ ചോദ്യങ്ങൾ ഉയരില്ല. ബാബനെ കാണുന്നതിന് മുമ്പിൽ ആൾക്കാർക്ക് പല സംശയങ്ങളുണ്ടാവും. ആൾക്കാർ പല സംശയങ്ങളും ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് ബാബയുടെ മുമ്പിൽ വരും. ആദ്യമേ ബാബയെ കാണുന്നതിന് മുമ്പിൽ. എന്നാൽ ബാബയെ കണ്ടതിന് ശേഷവും എല്ലാം നിശബ്ദമായിരിക്കും. ഒരാൾക്കും ഒന്നും ബാബയോട് നേരിട്ട് ചോദിക്കാൻ സാധിക്കില്ല, ആവശ്യമുണ്ടാവില്ല, ചോദിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ബാബ ഹിന്ദുവോ മുസ്ലിമോ ഇക്കാര്യം ആർക്കും പറയാനാവില്ല. ശരീരാഹങ്കാരമില്ലാത്ത സായീശ്വരൻ എന്ത് ജാതി? ഞാൻ ശരീരത്തിനല്ലേ ഇതെല്ലാം ഉള്ള.
ഞാൻ ശരീരമാണ് എന്ന് തോന്നുന്ന ആൾക്കാർക്കല്ലേ ഇതൊക്കെ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നല്ലോ ശരീരബോധമാണല്ലോ അതിന് വഴിതെളിക്കുന്നത്. ബാബേനെ സംബന്ധിച്ചിടത്തോളം ശരീരബോധമില്ല, ഞാൻ ആത്മാവാണ്. സർവജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ചൈതന്യം ഞാനാണ് എന്ന് കരുതുന്ന ബാബയെ സംബന്ധിച്ചിടത്തോളം, സായിബാബയെ സംബന്ധിച്ചിടത്തോളം എന്ത് ഹിന്ദു എന്ത് മുസ്ലിം? ബാബയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വ്യത്യാസമില്ല. ആ കാലഘട്ടമാണ്, ഒരു കാലഘട്ടമാണ്. ഞാൻ ആത്മാവ് എന്ന് കരുതുന്ന ആക്ക് ഞാൻ സർവ്വജീവികളിലുണ്ട്, മനുഷ്യന്മാരിൽ മാത്രമല്ല, ഉറുമ്പ് തൊട്ട് ആന വരെയുള്ള എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ ചൈതന്യം ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും കരുതുകയും ചെയ്യുന്ന ബാബയെ സംബന്ധിച്ചിടത്തോളം, സായിബാബയെ സംബന്ധിച്ചിടത്തോളം, സായിനാഥനെ സംബന്ധിച്ചിടത്തോളം എവിടെ ജാതി മതു? അവിടെ നിന്ന് ഒന്നിനെയും ആരെയും വേർതിരിച്ച് കണ്ടില്ല. ഫക്കീർമാരോട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ പറയുന്നത്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ബാബ മത്സ്യമാംസങ്ങൾ ഭക്ഷിച്ചിരുന്നു. ഫക്കീർമാരുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ, ആഹാരം കഴിക്കുന്ന വേളയിൽ നായി വന്ന് തിന്നാലും സായീശ്വരൻ അതിനെ ഓടിച്ചകറ്റില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിലത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കും ബാബ. ഫക്കീർമാരുടെ കൂടെ ഇരുന്ന് മത്സ്യമാംസവും കഴിക്കും. ചിലപ്പോൾ നായി വന്നിട്ട് കൂടെ ചിലപ്പോൾ തിന്നിട്ടുണ്ടായിരിക്കും. ബാബ നായിനെ ഓടിക്കൂല. എന്തുകൊണ്ടാ? എന്നെ ഉള്ളിലുള്ള അതേ ചൈതന്യം തന്നെയാണ് അതിലും ഉള്ളത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നായിന്റെ കൂടെ ഇരുന്ന് തിന്നണം എന്നുള്ള അർത്ഥത്തിലല്ല. ഋഷീശ്വരന്മാരുടെ രീതി വേറെയൊന്നാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് തെറ്റിദ്ധരിക്കുകയല്ല വേണ്ടേ. നമ്മളിലുള്ള അതേ ചൈതന്യം തന്നെയാണ് ആ ജീവജാലങ്ങളിലും ആ ജീവിയിലും ഉള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ബാബ അങ്ങനെ ചെയ്തിരുന്നത്. നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത് അതാണ്. ഇത്തരം വിസ്മയകരമായ ഭാവവും പൂണ്ടിരുന്ന അവിടത്തെക്കുറിച്ച് എന്ത് പറയാൻ, ഇങ്ങനെയുള്ള ബാബയെക്കുറിച്ച് എന്ത് പറയാൻ? സായി ദർശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർവജന്മ പുണ്യം തന്നെ. ആ കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാർ ആരൊക്കെയാണോ സായിയെ കണ്ടിട്ടുള്ള അവരുടെ പൂർവജന്മ പുണ്യം തന്നെ. മുൻജന്മ സുഹൃതമില്ലാത്തവന് ആ ദിവ്യ ദർശനം അസാധ്യം. മുൻജന്മ സുഹൃതമില്ലാത്തവന്, നമുക്കിപ്പോൾ ബാബയെ 10, 200, 150, 170 കൊല്ലം മുമ്പിലുള്ള കാര്യമില്ലേ. നമ്മൾക്കിപ്പോൾ ബാബേനെ കണ്ടിനോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ ആത്മാവ് മറ്റൊരു ശരീരം സ്വീകരിച്ചിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം നമുക്ക് പറയാൻ പറ്റും നമ്മൾ ബാബേൻ്റെ കൂടെ അല്ല, നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ബാബ ഇപ്പോൾ ഇല്ല. ഏകദേശം ബാബ മരിച്ചിട്ട് തന്നെ 150 മേലെ കൊല്ലമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 150 കൊല്ലത്തോളമായി ബാബ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് തന്നെ. പക്ഷെ നമ്മൾ കഴിഞ്ഞ ജന്മം നമുക്കുണ്ടായിരുന്നെങ്കിൽ അതെവിടെയാണോ നമുക്ക് ആ ജന്മം കിട്ടിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സായിയുടെ ഷിർദിയിൽ ആണോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇപ്പം സായിയുടെ കൂടെ ജനിച്ച അവർക്കൊക്കെ മുൻജന്മ പുണ്യം തന്നെയാണ്. നമുക്ക് ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു അവതാരം ഋഷീശ്വരന്മാരുണ്ടെങ്കിൽ, ഋഷീശ്വരന് തുല്യമായ ആൾക്കാരുണ്ടെങ്കിൽ, അവരെ കാണാനുള്ള അവസരമുണ്ടെങ്കിൽ നമ്മൾ പോയി കാണുക, ദർശിക്കുക, അവരുടെ വണങ്ങുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മുൻജന്മ സുഹൃതം ഇല്ലാത്തവന് ആ ദിവ്യ ദർശനം. നമ്മളിപ്പോൾ സായീശ്വരനെ കുറിച്ചിട്ടുള്ള ആ കൃതികൾ വായിക്കുന്നു. നമ്മളിപ്പോൾ ഭാഗവതത്തിലെ കഥകൾ മുഴുവൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാഗവത സപ്താഹം പറയുമ്പോൾ നമ്മൾ പോവാറുണ്ട്, കേൾക്കുന്നുണ്ട്. അതിൽ കൂടി നമുക്ക് ധാരാളം അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. രാമായണം ശ്രീരാമന്റെ കാലഘട്ടത്തിൽ ഉള്ള രാമായണം, വാൽമീകിയുടെ രാമായണം നമ്മൾ വായിക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ട്, കഥകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രീരാമൻ പറഞ്ഞ ലക്ഷ്മണനോട് പറഞ്ഞ ഉപദേശങ്ങളും അങ്ങനെ ധാരാളം ഉപദേശങ്ങൾ അതിലുണ്ട്. അതിൽ കൂടിയുള്ള ഉപദേശങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതൊരു പുണ്യാണ്. രാമായണം നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ അതൊരു പുണ്യമാണ്. രാമായണത്തിലെ കഥകൾ കേൾക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊരു പുണ്യമാണ്. ഭാഗവതം നമ്മൾ സ്വയം വായിക്കുന്നുണ്ടെങ്കിൽ അതൊരു പുണ്യം തന്നെ.
മുൻജന്മ പുണ്യം എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ ഈ സായി സച്ചരിതം നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ അതിനും മുൻജന്മ പുണ്യം എന്ന് തന്നെ നമുക്ക് വിളിക്കാം. മുൻജന്മത്ത് നമ്മൾ ചെയ്ത പുണ്യം കൊണ്ടാണ് നമുക്ക് സായീശ്വരന്റെ ഈ കൃതി വായിക്കാനും ഈ കൃതി വായിക്കുന്നത് കേൾക്കാനും അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് തോന്നുന്നത്. നമ്മളെ മനസ്സിന് തോന്നണ്ടേ ഈ സംഗതി, ഇത് കേൾക്കണോ കേൾക്കണ്ടയോ എന്ന് തോന്നണ്ടേ. മനസ്സാണല്ലോ പ്രധാനം. ആ മനസ്സിന് തോന്നുന്നുണ്ടെങ്കിൽ അത് മുൻജന്മ പുണ്യം തന്നെ. ഇത് നിത്യേന കേൾക്കണമെന്ന് നമ്മളെ മനസ്സിന് തോന്നുന്നുണ്ടെങ്കിൽ അത് മുൻജന്മ പുണ്യമായിട്ട് തന്നെ വേണം കരുതാൻ. എങ്ങനെ അവിടുത്തെ മഹാത്മ്യം വർണ്ണിക്കും? ആർക്കും അതിന് കഴിയില്ല. മഹത്തുക്കളായ എത്ര സന്യാസിമാരും സാധകരും സായിബാബയെ ശരണം പ്രാപിച്ച് ഉപദേശം തേടി എത്ര ആൾക്കാരാണ് ആ കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ ഏതെല്ലോ ഭാഗത്ത് നിന്ന് വന്നിട്ട് സായീശ്വരനെ പ്രണമിച്ചിട്ട് സായീശ്വരന്റെ പാദ നമസ്കാരം ചെയ്തിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഉപദേശങ്ങൾ തേടിയത് എത്രമാത്രം ആൾക്കാരാണ്. അവിടുന്ന് സദാ അള്ളാ മാലിക് എന്ന് ജപിച്ചുകൊണ്ടേയിരുന്നു. വാദപ്രതിവാദത്തിനും തർക്കത്തിനും സായീശ്വരന് താല്പര്യമില്ല. ഒരു വാദപ്രതിവാദത്തിനും തർക്കത്തിനും സായീശ്വരന് താല്പര്യമില്ല. നമ്മൾ ഒരു വാദപ്രതിവാദത്തിലും പങ്കെടുക്കേണ്ട ആവശ്യമില്ല. ഒരു തർക്കത്തിലും ഏത് വിഷയത്തെ സംബന്ധിച്ചും തർക്കത്തിന് പോയി ഇടപെട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. സായീശ്വരനും അത് തന്നെ. ശാന്ത സ്വഭാവമായിരുന്നു അദ്ദേഹം ഭക്തന്മാർക്ക് പകർന്നേകി. നമ്മളെപ്പോഴും ശാന്ത സ്വഭാവം ഉള്ളവരായിരിക്കണം എന്ന് അദ്ദേഹം നമ്മൾ ഏവരോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. ആരാണ് ഈ ബാബ? ആർക്കും അതിന് ഉത്തരം പറയാൻ അവസാനം വരെ കഴിഞ്ഞിരുന്നില്ല. മാനുഷവേഷം ധരിച്ച ദേവനായിരുന്നു അവിടുന്ന്. മാനുഷവേഷം ധരിച്ച ദേവനായിരുന്നു, ഈശ്വരനായിരുന്നു അവിടുന്ന്. സായീശ്വരൻ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. മാനുഷവേഷം ധരിച്ച, എല്ലാം അറിഞ്ഞ് ഒന്നും അറിയാത്തവനെ പോലെ അവിടുന്ന് പെരുമാറി. എല്ലാം അറിയുന്നവൻ, ഹൃദയവാസിയാണ് എന്ന് ഞാൻ നിങ്ങളുടെ ഹൃദയവാസിയാണ്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ്, ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയവാസിയാണ് അല്ലേ. എന്നിട്ടും ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കുന്നു, പെരുമാറി. ചില വേളകളിൽ നമ്മുടെ അത്യന്തം രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുമ്പോൾ ആ സർവജ്ഞത ഓർത്ത് നാം വിസ്മയിച്ചു പോകും. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുഖത്തു നോക്കി ബാബ നമ്മളോട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മനസ്സിലുള്ള ഈ കാര്യം എങ്ങനെയാണ് ബാബ അറിഞ്ഞത് എന്ന്. അപ്പോൾ ഋഷീശ്വരന്മാർ നമ്മുടെ ഹൃദയവാസിയാണ്, ഈശ്വരൻ നമ്മുടെ ഹൃദയവാസിയാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ രഹസ്യങ്ങളും ഭഗവാനെ അറിയാൻ സാധിക്കും. ഭഗവാൻ അത് നമ്മളോട് പറയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ജ്ഞാനമൂർത്തിയായിരുന്ന ബാബ ഇഹലോക ബഹുമതികളെ ഗൗനിച്ചിരുന്നില്ല. ഷിർദിവാസികൾക്ക് അന്നു മുതലേ അവിടുന്ന് അവതാരമൂർത്തി തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിലെ ഷിർദിവാസികള് ബാബക്ക് അർഹിക്കുന്ന ബഹുമാനവും ആദരവും ആ കാലഘട്ടത്തിൽ നൽകിയിരുന്നു. എല്ലാ ആൾക്കാരും, ഷിർദിയിലെ എല്ലാ ജനങ്ങളും ബാബയെ ഒരു അവതാരമൂർത്തി തന്നെയായിട്ടാണ് കരുതിയത്. ഷിർദിയിലെ എല്ലാ ജനങ്ങളും ആ കാലഘട്ടത്തിൽ ബാബയെ ഒരു അവതാരമൂർത്തിയായിട്ടാണ് കരുതിയത്. ഹിന്ദുക്കളോ മുസ്ലിംസ് അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ സർവ്വജനങ്ങളും ബാബയെ ഒരു അവതാരമൂർത്തിയായിട്ടാണ് കരുതിയത്. അജ്ഞനായ ഞാൻ, വിഡ്ഢിയായ ഞാൻ ആ ജ്ഞാനസ്വരൂപന്റെ ലീലകൾ എങ്ങനെ വർണ്ണിക്കേണ്ടു? അത് നമ്മളെ ഇതെഴുതിയ ഹേമന്ത് പന്ത് പറഞ്ഞതാണ്. ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വർണ്ണിക്കേണ്ടത്? ഷിർദിയിലെ ക്ഷേത്രങ്ങൾ, ഗണപതി, ശങ്കരപാർവതി, ഗ്രാമദേവി മൂർത്തി അവിടുന്ന് നവീകരിച്ചു. ദക്ഷിണയായി ലഭിച്ച തുക ഭക്തജനങ്ങൾക്കായി വീതിച്ചു നൽകി. നിരവധി ക്ഷേത്രങ്ങൾ അദ്ദേഹം നവീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നവീകരിക്കപ്പെടുകയുണ്ടായി. ഷിർദിയിലെ ഗണപതി ക്ഷേത്രവും അതുപോലെ തന്നെ ദേവീ ക്ഷേത്രവും ശങ്കരപാർവതി ക്ഷേത്രവും ഒക്കെ ആ കാലഘട്ടത്തിൽ നവീകരിക്കപ്പെടുകയുണ്ടായി. ആ പണം നല്ലതിനായി ഉപയോഗിക്കണമെന്ന ഉപദേശവും കൊടുത്തു. ആ കിട്ടിയ പണം എല്ലാ ആൾക്കാർക്കും കൊടുത്തു. വാങ്ങിച്ച ആൾക്കാരോട് പറഞ്ഞ് ഈ പണം നല്ല ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. അത് ലഭിച്ചവർ ഭയഭക്തി ബഹുമാനങ്ങളോടെ സ്വീകരിച്ച് സന്തുഷ്ടരായി. എല്ലാ ആൾക്കാരും ഭയഭക്തി ബഹുമാനത്തോടെ സന്തുഷ്ടരായി. വൈദ്യന്മാരുടെ വൈദ്യനായിരുന്നു സായിനാഥൻ. ആരാണ് സായിനാഥൻ? വൈദ്യന്മാരുടെ വൈദ്യനായിരുന്നു. നമ്മളെ സാക്ഷാൽ പരമശിവനെ നമ്മൾ വിളിക്കുന്നത്
വൈദ്യനാഥൻ എന്നാണ്, അല്ലേ? മഹാവിഷ്ണുവിനെ വിളിക്കുന്നത് ധന്വന്തരി എന്നാണ്. അതേപോലെ തന്നെ സായീശ്വരനും വൈദ്യന്മാരുടെ വൈദ്യനായിരുന്നു. ആ ദർശനത്താൽ തന്നെ പലരുടെയും രോഗമകന്നു. സായിന്റെ ദർശനമാത്രയിൽ തന്നെ പലരുടെയും രോഗം അകന്നു. രോഗമുള്ളവർ സായിയുടെ ദർശനമാത്രയിൽ തന്നെ ആ രോഗത്തിൽ നിന്ന് മോചനം കിട്ടും. സ്പർശനത്താൽ പലർക്കും ആരോഗ്യം വീണ്ടും കിട്ടി. സായിയുടെ സ്പർശനം ഏറ്റുവാങ്ങിയവർ ഒക്കെ ആരോഗ്യം വീണ്ടും കിട്ടി. ആരോഗ്യ പ്രശ്നമുള്ള ആൾക്കാർ സായിയുടെ അടുത്ത് പോകും. സായിയുടെ സ്പർശനം കൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യം തിരിച്ചു കിട്ടും. ദുർജനങ്ങൾ സന്മാർഗത്തിലൂടെ ചരിക്കാൻ തുടങ്ങി. ദുർജനങ്ങൾ സന്മാർഗത്തിലൂടെ നടക്കാൻ തുടങ്ങി. ആ തൃപ്പാദത്തിൽ വിശ്വസിച്ച് പ്രണമിച്ച അന്ധന്മാർ കാഴ്ചയുമായി തിരിച്ചുപോയി. അന്ധന്മാർ വരും, സായിയുടെ തൃപ്പാദങ്ങളിൽ വണങ്ങും, പ്രണമിക്കും. സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ച നിരവധി അന്ധന്മാർ ആ കാലഘട്ടത്തിലെ കാഴ്ചയുമായി തിരിച്ചുപോയി. അവർക്ക് കാഴ്ചശക്തി വീണ്ടും കിട്ടി. മുടന്തന്മാർ നന്നായി നടക്കാൻ തുടങ്ങി. ഈ ദിവ്യ അനുഭവങ്ങൾ കാട്ടുതീ പോലെ പടർന്നു. ഇങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോൾ അത് വേഗം എല്ലാ സ്ഥലത്തും എത്തൂലേ? കാട്ടുതീ പോലെ പടർന്നു. അതോടെ ഷിർദിയിലേക്ക് ജനസഹസ്രങ്ങൾ കുത്തിയൊഴുകാൻ തുടങ്ങി. ഷിർദിയിലേക്ക് ജനസഹസ്രങ്ങൾ കുത്തിയൊഴുകാൻ തുടങ്ങി. പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷം ചിലപ്പോൾ അവിടെ നിന്ന് കുളിക്കും, ചിലപ്പോൾ കുളിക്കാതെ തന്നെ ധൂനിക്കരികിൽ ഇരിക്കും, പിന്നെ ചിലപ്പോൾ ധ്യാനനിരതനായി തീരും. നനുത്ത വെള്ളത്തുണി കൊണ്ട് തലയിൽ ഒരു കെട്ട്, ധോത്തി, നീണ്ട കുപ്പായം, ഇതായിരുന്നു സായിനാഥന്റെ ആദ്യകാല വേഷം. നനുത്ത വെള്ളത്തുണി കൊണ്ട് തലയിൽ ഒരു കെട്ട് കെട്ടും, ധോത്തി, ഒരു മുണ്ട്, നീണ്ട കുപ്പായം, മുണ്ടിന്റെ മേലെ നീണ്ട കുപ്പായം. ഇതായിരുന്നു സായിനാഥിന്റെ ആദ്യകാല വേഷം. ബാബ അന്നൊക്കെ രോഗികളെ പരിശോധിക്കും, മരുന്ന് കൊടുക്കും. അതോടെ അവരുടെ അസുഖവും പൊടുന്നനെ മാറും. ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്ത വൈദ്യനായി അവിടുന്ന് പേര് കേട്ടു. ആ സംഭവം കേൾക്കൂ. ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ. ഇനി 2-3 അനുഭവങ്ങളാണ് ഒരു വൈദ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങളാണ്. വൈദ്യന്മാരുടെ വൈദ്യൻ എന്നല്ലേ സായിനെ വിളിക്കുന്നത്? ആ ദർശനത്താൽ പലരുടെയും രോഗം അകന്നിട്ടില്ലേ? സ്പർശനത്താൽ പലർക്കും ആരോഗ്യം വീണ്ടും കിട്ടിയില്ലേ? ദുർജനങ്ങൾ സന്മാർഗത്തിലേക്കൂടി ചരിക്കാൻ തുടങ്ങിയില്ലേ? ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ സായീശ്വരൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നമുക്ക് പറയാനുള്ളത്. ഈ ഏഴാമത്തെ അധ്യായം എന്നും കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നാളെ പറയാം. ഈ കേൾക്കുന്നവർ കൃത്യമായി കേൾക്കുക. ആരും കേൾക്കാതിരിക്കുക. ഒരു ദിവസം പോലും ഈ സായി സച്ചരിതം മുടക്കാൻ പാടില്ല. എല്ലാ ദിവസവും കേൾക്കണം. കേട്ട കാര്യങ്ങളെ നിങ്ങൾ ഇപ്പം 11 ദിവസമായി, ഇന്നത്തേക്ക് 11 ദിവസമായി മുന്നിൽ കൊടുത്ത് ഇത് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അത് കേട്ട് മനസ്സിലാക്കുക. ഒരു ദിവസം പോലും മിസ്സാക്കാണ്ട് ഇത് കേൾക്കുക. ജീവിതത്തിലെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവൂ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. നമ്മളെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. സായിയുടെ ഉപദേശങ്ങളെ കൃത്യമായി അനുസരിക്കുക. നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ ഈ സൗഭാഗ്യം മറ്റുള്ള ആൾക്കാർക്ക് നമ്മളിൽ കൂടി മറ്റുള്ളവർക്കും എത്തിക്കണം. അതാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു സേവനം എന്ന് പറയുന്നത്. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം. സായിയുടെ സച്ചരിതം നമുക്ക് ധാരാളം ആൾക്കാർ അറിയണം. സായിയുടെ സച്ചരിത ഈ ജീവിത രീതിയെക്കുറിച്ച്. അപ്പോൾ സായീശ്വരന്റെ മഹിമ നമ്മൾ എത്തിക്കണം. അത് എത്തിക്കുന്നതും സായീശ്വരനോട് ചെയ്യുന്ന ഒരു സേവനം തന്നെയാണ്. ഓരോ ദിവസവും നമ്മൾ ആദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ കേട്ടതിന് ശേഷം മറ്റുള്ള ആൾക്കാർക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നമ്മൾ പങ്കെടുക്കണം. എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടി ഓം ശ്രീ സായീശ്വരായ നമഃ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാര്യം നിർത്തുന്നു.